إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയും ദീനിന്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചേർക്കുവാനും സ്ഥാപിക്കുവാനും പാടില്ലാത്ത വിശേഷണങ്ങളെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അഖീദത്തുൽ വാസിത്തിയ്യയിൽ ഉണർത്തിയതായ ഏതാനും ആയത്തുകൾ. അള്ളാഹു കുറവുകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെ കുറവുകളും ന്യൂനതകളും അറിയിക്കുന്ന സിഫത്തുകൾ അള്ളാഹുവിലേക്കില്ല, അത് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടാൻ പാടുള്ളതല്ല. വിഷയത്തിൽ അതിന്റെ തെളിവുകൾ. തുടർന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ ഏതാനും ആയത്തുകൾ കൂടി നൽകുന്നുണ്ട്. അതിൽ ഒന്ന്, തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ അല്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദാ വലം യകുൻ ലഹു ശരീകുൻ ഫിൽ മുൽക് വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. സൂറത്തുൽ ഫുർഖാനിലെ 1-2 വചനങ്ങളാണ്, ആയത്തുകളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇവിടെ നൽകിയിട്ടുള്ളത്. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. തബാറക എന്ന് പറഞ്ഞാൽ തആല വ തആദം, ഉന്നതമായിരിക്കുന്നു, അതേപോലെ അതിമഹനീയമായിരിക്കുന്നു. ആര്? അല്ലദീ നസ്സലൽ ഫുർഖാൻ, അൽ ഫുർഖാനിനെ അഥവാ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തബാറക ഐ തആല വ തആദം, ഉന്നതനായിരിക്കുന്നു, അതിമഹത്വമുള്ളവനായിരിക്കുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറവുകളിൽ നിന്നും ന്യൂനതയിൽ നിന്നും മുക്തമാക്കലും പരിശുദ്ധമാക്കലും. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറവുകളില്ല, ന്യൂനതകളില്ല. അല്ലാഹു അത്യുത്തമനും അതിമഹനീയനുമാണ്. ആയത്ത് അർത്ഥമാക്കുന്നത് തബാറകല്ലദീ നസ്സലൽ ഫുർഖാൻ, ഖുർആനെ അവതരിപ്പിച്ച അല്ലാഹു തബാറക, അവൻ ഉന്നതനായിരിക്കുന്നു, മഹത്വമുള്ളവനായിരിക്കുന്നു. തബാറക എന്നുള്ള ക്രിയ, അതിൽ നിന്ന് കൽപ്പന ക്രിയയോ അതേപോലെ തന്നെ ഇസ്മു ഫായിൽ മുതബാരിക് എന്ന വസിനോ, അല്ലെങ്കിൽ അതിൽ നിന്ന് അതിന്റെ യതബാറകു എന്ന പ്രസന്റ് ഫ്യൂച്ചർ മുദാരിയായ ക്രിയയൊന്നുമില്ല. അതിന് മാദിയായ ഭൂതകാല ക്രിയയിൽ ഈ പ്രയോഗം മാത്രമാണ് അതിനുള്ളത്. ബറക്കത്തിൽ നിന്നാണ് ആ ക്രിയയുടെ വരവ്. അൽ ബുറൂഖ് അല്ലെങ്കിൽ അൽ
ബർക്ക അല്ലെങ്കിൽ അൽ ബിർക്ക എന്നൊക്കെയാണ് അതിന്റെ ക്രിയാധാതു പറയപ്പെട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒരു കാര്യം നിത്യമാവുക. ഇപ്പൊ ബിർക്ക എന്ന് പറയും കുളത്തിന്, കാരണം വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നത് കൊണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖൈർ നിറഞ്ഞവനാണ്, നന്മ നിറഞ്ഞവനാണ്, അത് അധികരിച്ചവനാണ്. അതുകൊണ്ടാണ് തബാറക പ്രയോഗിച്ചത്. തബാറക തഫാഅല വസ്നാണ്. അത് അധികം എന്നുള്ള മായനയെ അർത്ഥാക്കുന്നുണ്ട്. അപ്പൊ തബാറക എന്ന് പറഞ്ഞാല് ബർക്കത്ത്, ഖൈറ്, ഉന്നതി, മഹത്വം, ഇത് അധികമായിരിക്കുന്നു എന്നൊരു മാന പ്രദാനം ചെയ്യുന്നുണ്ട് ഈ വസിൻ, തഫാഅല വസിൻ പ്രയോഗിച്ചത് കാരണത്താൽ. വിശുദ്ധ ഖുർആന് അൽ ഫുർഖാൻ എന്ന് പറയാൻ കാരണം, വിശുദ്ധ ഖുർആൻ സത്യവും അസത്യവും വിഭജിക്കും. സത്യാസത്യ വിഭജന ഗ്രന്ഥാണ്. അതാണ് അൽ ഖുർആൻ എന്ന വിശുദ്ധ ഖുർആന് അൽ ഫുർഖാൻ എന്ന പേര് ഉണ്ടായത്. അതേപോലെ വിശുദ്ധ ഖുർആൻ അൽ മുസ്ലിമിനെയും കാഫിറിനെയും വേർപിരിക്കും. അതേപോലെ പുണ്യാളനെയും പാപിയെയും വേർപിരിക്കും. ഉപദ്രവകാരിയെയും ഉപകാരമുള്ളവനെയും വേർതിരിക്കും. ഇങ്ങനെ കുഫ്റെന്ത്, ഷിർക്ക്, കുഫ്റെന്ത്, ഈമാൻ എന്ത്, ഷിർക്ക് എന്ത്, തൗഹീദ് എന്ത്, ഇഖ്ലാസ് എന്ത്, നിഫാഖ് എന്ത്, ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, ഇങ്ങനെ ഇതിനൊക്കെ വേർതിരിച്ച് വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനെ അൽ ഫുർഖാൻ എന്ന് പറയുന്നത്. ഫുർഖാൻ അവതരിപ്പിച്ച അള്ളാഹു ആകുന്നു. അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു, അതിമഹനീയനായിരിക്കുന്നു, അവനിൽ നിന്നുള്ള ഖൈർ അല്ലെങ്കിൽ ബർക്കത്ത് അധികരിച്ചിരിക്കുന്നു. ഇതൊക്കെയാണ് അതിന്റെ മാന. ഫുർഖാൻ ആരുടെ മേലാണ് അവതരിപ്പിച്ചത്? അല അബ്ദിഹി, തന്റെ അബ്ദിന്റെ മേൽ, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ. എന്തിന്? ലിയകൂന ലിൽ ആലമീന നദീറ, ലിയകൂന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നതിന് വേണ്ടി, ലിൽ ആലമീന മുഴുവൻ ലോകർക്കും, നദീറ, നദീർ എന്ന് പറഞ്ഞാൽ അൽ മുൻദിർ, മുന്നറിയിപ്പ് നൽകുന്നവൻ, താക്കീത് നൽകുന്നവൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് ലോകർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദാസനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇവിടെ അല അബ്ദിഹി എന്ന് പറഞ്ഞു, തന്റെ ദാസൻ എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്? അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യം തരണത്തിൽ ഏറെ ശ്രദ്ധേയാണ്. അതായത് ലോകാത്ഭുത ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവതീർണമാവുകയാണ്. തിരുനബിയാണ് ലോകർക്ക് അത് ഓതി നൽകുന്നത്. ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി മുന്നറിയിപ്പുകാരനാകുമ്പോൾ ആരും തിരുനബിയിൽ ദിവ്യത്വം ആരോപിക്കുവാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദാസനാണ് എന്ന വിശ്വാസം നഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ദിവ്യത്വം ആരോപിക്കുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രത്യേകതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പറയുവാനോ വിശ്വസിക്കാനോ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഈ ലോകാത്ഭുത ഗ്രന്ഥം കൊണ്ട് മുന്നറിയിപ്പ് നൽകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ ദാസൻ, തന്റെ അബ്ദ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തിയത്. ഏതുപോലെ ഇസ്രാ മിഅ്റാജിന്റെ സംഭവത്തിൽ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ ദാസനെയും കൊണ്ട് അബ്ദിനെയും കൊണ്ട് ഇസ്രാ നടത്തിയ, നിശാപ്രയാണം നടത്തിയ അള്ളാഹു ആണ് പരമപരിശുദ്ധൻ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയുടെ കുറച്ചു ഭാഗം കൊണ്ട് നിശാപ്രയാണം നടത്തി. കുറച്ചു ഭാഗം എവിടുന്ന്? മക്കയിൽ നിന്ന് ജെറുസലേമിലേക്ക്, ഫലസ്തീനിലേക്ക്, ഫലസ്തീനിൽ നിന്ന് 7 ആകാശങ്ങൾക്കുപരിയിലേക്ക്. അവിടെ നിന്ന് പല രംഗങ്ങൾ കണ്ടു, സ്വർഗം കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, അള്ളാഹുവിനോട് സംസാരിച്ചു, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമസ്കാരം ഫർളാക്കിയത് സ്വീകരിച്ചു. കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം രാത്രിയുടെ കുറച്ചു ഭാഗത്തിന് മക്കയിലേക്ക് തിരിച്ചെത്തി. നീണ്ട വലിയൊരു യാത്ര, അത്ഭുതകരമായ ഒരു യാത്ര ഇത് നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദാസൻ തന്നെയാണ്.
ഇങ്ങനെയുള്ള ഒരു രാപ്രയാണം നടത്തിയ പ്രവാചകനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ആരും അള്ളാഹുവിന് പ്രത്യേകമായ കാര്യങ്ങൾ ചാർത്തുവാനോ വിശ്വസിക്കാനോ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചെയ്യിച്ച അള്ളാഹു ആകുന്നു പരമപരിശുദ്ധൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ദാസനാകുന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലാക്കാനാണ് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അല അബ്ദിഹി ബി അബ്ദിഹി തന്റെ ദാസനെ കൊണ്ട് എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹി ലദി അൻസല അല അബ്ദിഹിൽ കിതാബ്. ഉണ്ടോ? തന്റെ ദാസന്റെ മേൽ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ മുഴുവനും. അവിടെ തന്റെ ദാസന്റെ മേൽ എന്നാണ്. കാരണം ലോകാത്ഭുത ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് അവതീർണമായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലാണ്. പക്ഷെ ഈ ഒരു വേദഗ്രന്ഥം തന്റെ 40-ാമത്തെ വയസ്സിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകരുടെ മുമ്പിൽ മഹാത്ഭുതമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ഈ മഹാത്ഭുതം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാഴ്ചവെക്കുമ്പോഴും അദ്ദേഹം അള്ളാഹുവിന്റെ അബ്ദാണ്, ദാസനാണ്. മനസ്സിലായില്ലേ? വൈൻ കുന്തു ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. നോക്കി, അവിടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അബ്ദ് എന്ന. കാരണം ലോകരിൽ വിശ്വാസം രൂഢമൂലമാകാത്തവർ, ആളുകൾ ഒരു അത്ഭുത പ്രവൃത്തി അവരുടെ കയ്യാൽ കാണുകയായാൽ അവരിൽ പലരും ദിവ്യത്വം ആരോപിക്കും. പലരും അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ളതായ സിഫത്തുകൾ ഇവരിൽ ചാർത്തും. അള്ളാഹുവിൽ നിന്ന് ബന്ധം അറ്റ് സൃഷ്ടികളിൽ ബന്ധം മുറുക്കുന്ന അവസ്ഥയാണ് ലോകത്തുള്ളത്. ദജ്ജാലിന്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, ദജ്ജാൽ വന്നിട്ടുണ്ട് എങ്കിൽ പല അത്ഭുതങ്ങളും കാണിക്കും. സ്വർഗം കൊണ്ടുവരും, നരകം കൊണ്ടുവരും, നദികളെ ഒഴിക്കും, ആളുകളോട് മരിക്കാൻ പറയും, ആളുകളെ കൊന്നിടും, പിന്നെ ആളുകളെ കൊന്നിട്ട ആളുകളോട് ജീവിക്കാൻ പറയും. അപ്പോൾ അവർ ജീവിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ദജ്ജാലിന്റെ കയ്യാൽ നടത്തുന്ന പരീക്ഷണങ്ങളാണ്. പക്ഷെ ആളുകളിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഇല്ലാത്തവരെന്താ ചെയ്യുക? ഈ ദജ്ജാലിനെ റബ്ബായി വിശ്വസിക്കുമെന്നാണ്. ഇതാണ് മനുഷ്യന്മാരുടെ സ്വഭാവം. ഇന്ന് ഈ ദുനിയാവിൽ കണ്ടില്ലേ, പല സിദ്ധന്മാരും പല ബീവിമാരും പല ജിന്നുമ്മമാരും അതേപോലെ തന്നെ പല വലിയമാര് എന്ന് പറയുന്നവരൊക്കെ ദിവ്യപുരുഷന്മാരായിട്ട് വാഴ്ത്തപ്പെടുന്നവരും വിശ്വസിക്കപ്പെടുന്നവരാണ്. അതിൽ മത വ്യത്യാസമല്ല. ആളുകൾ ദിവ്യത്തെ കാണാൻ പല സ്വാമിമാരിൽ, അതേപോലെ തന്നെ സായിബാബ എന്ന് പറയുന്ന സീക്രട്ട് സ്വാമിയിൽ, അതേപോലെ തന്നെ കുറെ ശ്രീ ആളുകളിലൊക്കെ കണ്ടില്ലേ, ആളുകൾ ദിവ്യത്വം കണ്ണ്. കാരണം എന്തുകൊണ്ട്? ചില അത്ഭുത പ്രവൃത്തികൾ അവരിൽ നിന്ന് ആളുകൾ കാണുന്നു. അതിന്റെ പേരിൽ അവരെന്ത് ചെയ്യാണ്? അവർ അള്ളാഹുവിന്റെ ദാസന്മാരാണ് എന്നുള്ള ആ പരിഗണന വിട്ട് ആളുകൾ ദിവ്യത്വം ആളുകളിൽ കാണുന്ന ഒരവസ്ഥ, സ്ഥിതിവിശേഷം. മനസ്സിലായില്ലേ? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗങ്ങൾ നടത്തിയതിൽ ആളുകൾക്ക് വലിയ പാഠമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അലാ കുല്ലിൻ തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ അല്ലദീ ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. അല്ലദീ എങ്ങനെയുള്ള അല്ലാഹു ആകുന്നു, എങ്ങനെയുള്ള അള്ളാഹു ആകുന്നു. അഥവാ ഫുർഖാൻ തിരുനബിയുടെ മേൽ അവതരിപ്പിച്ച അള്ളാഹു അനുഗ്രഹീതനായിരിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അല്ലെങ്കിൽ അത്യുന്നതനായിരിക്കുന്നു എന്ന് പറഞ്ഞേ. അവൻ എങ്ങനെയുള്ളവനാണ്? ലഹു മുൽകുസ് സമാവാതി വൽ അർദ്. വാനങ്ങളിലെയും ഭൂമിയിലെയും ആധിപത്യം, മുൽക്ക്, അത് അവന് മാത്രമാകുന്നു. വലം യത്തഖിദ് വലദ. അവനൊരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ല. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. ആധിപത്യത്തിൽ അവനൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. വഖലഖ കുല്ല ഷൈഇൻ. എല്ലാത്തിനെയും അവൻ സൃഷ്ടിച്ചു. ഫഖദ്ദറഹു തഖ്ദീറ. അങ്ങനെ സൃഷ്ടിച്ചവയെ അവൻ ശരിപ്പെടുത്തുകയും അവയ്ക്ക് വിധി നിർണയം നടത്തുകയും ചെയ്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് എന്ത്? മുൽകുസ് സമാവാതി വൽ അർദ്. അത് അവന് മാത്രമാണ്. അതുകൊണ്ടാണ് ലഹു എന്നതിനെ മുന്തിപ്പിച്ചത്, അവന് മാത്രം എന്നർത്ഥം കിട്ടാൻ. മുൽകുസ് സമാവാതി വൽ അർദ് ലഹു എന്നാണ്. പക്ഷെ ലഹു മുൽകുസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞു, മാത്രം എന്നർത്ഥം കിട്ടാൻ. പിന്നെ വലം യത്തഖിദ് വലദ. അവനൊരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ല. സന്തതിയെ സ്വീകരിക്കുക എന്നുള്ളത് സിഫത്തുൻ സൽബിയയാണ്. മനസ്സിലല്ലേ? ഈജാബി അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള വിശേഷണമല്ല, പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വിശേഷണമാണ്. നെഗറ്റീവായ വിശേഷണങ്ങൾ അള്ളാഹുവിനില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ തൊട്ട് നിഷേധിച്ചത്. വലം യത്തഖിദ് വലദ. അവൻ സന്തതിയെ സ്വീകരിച്ചിട്ടില്ല. നസാറാക്കൾ പറഞ്ഞു ഈസ ഇബ്നു മറിയം അള്ളാഹുവിന്റെ സന്താനമാണ്.
അള്ളാഹ്ക്ക് സന്തതിയില്ല. സാഹിബത്തം വല വലത, അള്ളാഹു ഒരു ഇണയെയോ ഒരു സന്തതിയെ സ്വീകരിച്ചിട്ടില്ല. ജൂതന്മാർ പറഞ്ഞു എസ്ര പ്രവാചകൻ ഉസൈർ അള്ളാഹുവിന്റെ മകനാണ്. അതവരുടെ വ്യാജാരോപണമാണ്. മക്കയിലെ ബോധി വിശ്വാസികൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അതും അവരുടെ വ്യാജാരോപണമായിരുന്നു. വാനത്തിനും ഭൂമിക്കും പർവ്വതങ്ങൾക്കും താങ്ങാൻ കഴിയാത്ത ഒരു ആരോപണമാണ് അവർ നടത്തിയത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് തകാദു സമാവാതു യതഫത്തർന മിൻ വതൻഷഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅു ലിർറഹ്മാനി വലദ. അവർ അള്ളാഹുവിന്, റഹ്മാനായ അള്ളാഹുവിന് സന്തതി ഉണ്ട് എന്ന് ജൽപ്പിച്ചതിനാൽ ആകാശം പിളരാറായി, ഭൂമി വിണ്ടുകീറാറായി, പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് കടുത്ത ആരോപണമാണ്. കാരണം അള്ളാഹു വലം യത്തഖിദ് വലദ, സന്തതിയെ സ്വീകരിച്ചിട്ടില്ല, യാതൊരു സന്തതിയെയും. വലദൻ എന്ന് പറഞ്ഞാൽ നക്കീറയാണ്. അതിനു മുമ്പിൽ ലം എന്ന നഫി വന്നു, മനസ്സിലായില്ലേ? അത് ഉമൂമിന്റെ മാന ഇഫാദത്ത് ചെയ്യുന്നു. യാതൊരു സന്തതിയെയും സ്വീകരിച്ചിട്ടില്ല എന്ന അർത്ഥം നൽകുന്നു. വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, ആധിപത്യത്തിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയും ഉണ്ടായിട്ടില്ല. ഇന്നലകളിൽ അള്ളാഹ്ക്ക് യാതൊരു പങ്കാളികളും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. അള്ളാഹുവിന് അതിന്റെ ആവശ്യവുമില്ല. പിന്നെയോ അള്ളാഹു ആകുന്നു അൽ മലിക്കും അൽ മാലിക്കും, രാജാതിരാജനും ഉടമസ്ഥവനുമായവൻ അള്ളാഹു ആകുന്നു. അവന് യാതൊരു പങ്കാളികളും ഉണ്ടായിട്ടില്ല. മനസ്സിലായി? അപ്പൊ പങ്കാളിയെ സ്വീകരിക്കുക എന്നുള്ളത് നെഗറ്റീവായ വിശേഷണമാണ്. അത് അള്ളാഹുവിനെ തൊട്ട് അള്ളാഹു നിരാകരിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ തബാറക്കല്ലദി എന്ന് പറഞ്ഞതിൽ നെഗറ്റീവായിട്ടുള്ള വിശേഷണങ്ങളെ നിരാകരിക്കലുണ്ട്, പോസിറ്റീവായിട്ടുള്ള വിശേഷണങ്ങളെ സ്ഥിരീകരിക്കലുണ്ട്. വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അതിലും കുറവുള്ള സിഫത്തുകളെ അള്ളാഹുവെ തൊട്ട് നിരാകരിക്കലാണുള്ളത്. അത് അള്ളാഹുവിന് സ്ഥാപിക്കാൻ പാടുള്ളതല്ല. അത് അള്ളാഹുവെ തൊട്ട് നിരാകരിക്കണം. അതാണ് ഈ ആയത്തിന്റെ ഈ ഭാഗം അറിയിക്കുന്നത്. പിന്നെ വഖലഖ കുല്ല ഷൈഇൻ, അള്ളാഹു എല്ലാത്തിനെയും പടച്ചു. ഫഖദ്ദറഹു തഖ്ദീറ, അള്ളാഹു പടച്ചപ്പോൾ ഫഖദ്ദറഹു തഖ്ദീറ, അള്ളാഹു അതിനെ ഖദ്ദറ യുഖദ്ദിറു തഖ്ദീർ എന്ന് പറഞ്ഞാൽ സവ്വ യുസവ്വി തസ്വിയ, ശരിപ്പെടുത്തി എന്നർത്ഥം. മനസ്സിലായില്ലേ? സൂറത്തുൽ അഅലയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിച്ചു അങ്ങനെ ശരിപ്പെടുത്തി. അപ്പൊ ഇവിടെ ഫഖദ്ദറഹു തഖ്ദീർ എന്ന് പറഞ്ഞാല് ശരിപ്പെടുത്തി, വ്യവസ്ഥപ്പെടുത്തി. എല്ലാത്തിനെയും അള്ളാഹു പടച്ചു, എന്നിട്ട് ശരിപ്പെടുത്തി. മനുഷ്യനെ പടച്ചു, ഇരുകാലിയായിട്ട് പടച്ചു, അള്ളാഹു ശരിപ്പെടുത്തി. അതേപോലെ തന്നെ ഓരോ മൃഗങ്ങളെയും അവക്കുള്ള സൃഷ്ടിപ്പ് നൽകി അവയെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിപ്പെടുത്തുകയുണ്ടായി. ഓരോന്നിനും വേണ്ട സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയുണ്ടായി. ചില മുഫസ്സിരിങ്ങൾ പറഞ്ഞു ഫഖദ്ദറഹു തഖ്ദീറ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിധി നിർണയം നടത്തി. ഓരോരുത്തരെയും സൃഷ്ടിച്ചു, എല്ലാത്തിനെയും അള്ളാഹു സൃഷ്ടിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിധി നിർണയം നടത്തുകയും ചെയ്യും. അവരുടെ റിസ്ക് എന്ത്, ഉപജീവനം, അവരുടെ അജൽ എത്ര, ജീവിതാവധി എത്ര, അവരുടെ അമൽ എന്ത്, കർമ്മം എന്ത്, അവർ സൗഭാഗ്യവാനാണോ അതല്ല ദൗർഭാഗ്യവാനാണോ, ഇങ്ങനെയുള്ള വിധി നിർണയം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? ഖദ്ദറു തഖ്ദീറ, വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ കുറെ മുമ്പ് തന്നെ, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ, ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തൂലികയെ പടച്ച നാളിൽ ആ വിധി നിർണയം നടത്തിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിനെയും ആയത്തുകൾ ശരിവെക്കുന്നു. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നാം എല്ലാ വസ്തുക്കളെയും പടച്ചിരിക്കുന്നു ബിഖദർ, ഒരു ഖദറിന്റെ അടിസ്ഥാനത്തിൽ, വിധി നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഏതായാലും വഖലഖ കുല്ല ഷൈഇൻ ഫഖദ്ദറഹു തഖ്ദീറ, എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു, അള്ളാഹു അവയെ ശരിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നു, അവക്കുള്ള വിധി നിർണയവും അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നു. ഇതാണ് ഈ ഒന്നാമത്തെ ആയത്ത് അർത്ഥമാക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ആയത്തിനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നമ്മൾ പറഞ്ഞു. അത് അള്ളാഹുവിന് സൽബിയായ സിഫത്തുകളെ നിരാകരിക്കലാണ്.
നെഗറ്റീവായ അഥവാ കുറവുള്ള പോരായ്മകളുള്ള വിശേഷണങ്ങളെ അള്ളാഹുവെ തൊട്ട് നിരാകരിക്കുവാനുള്ള തെളിവാണ് ഈ ആയത്ത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള ഈ ആയത്ത് കൊണ്ടുവന്നത്. തൊട്ടടുത്ത ആയത്ത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുന്നു, മത്തഖദല്ലാഹു മിൻ വലദ് വമാ കാന മഅഹു മിൻ ഇലാഹ് ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ് വലഅല ബഅദുഹും അലാ ബഅദ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ ആലിമുൽ ഗൈബി വശഹാദതി ഫതആല അമ്മാ യുശ്രികൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 91-92 വചനങ്ങൾ. ഇതിൽ മത്തഖദല്ലാഹു മിൻ വലദ്, അള്ളാഹു യാതൊരു സന്തതിയെയും സ്വീകരിച്ചിട്ടില്ല. വമാ കാന മഅഹു മിൻ ഇലാഹ്, അള്ളാഹുവോടൊപ്പം യാതൊരു ഇലാഹും ഉണ്ടായിട്ടില്ല. ഇലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ്, അൽ മഅ്ലൂഹ്, ആരാധിക്കപ്പെടുന്നവൻ. അപ്പൊ അള്ളാഹുവിനോടൊപ്പം ആരാധിക്കപ്പെടുന്ന യാതൊരു ഇലാഹുമില്ല. അള്ളാഹു യാതൊരു സന്തതിയെയും സ്വീകരിച്ചിട്ടുള്ളൂ. ഈ ഭാഗം എന്താണ് അറിയിക്കുന്നത്? സന്തതിയെ സ്വീകരിക്കുക, മറ്റൊരു ആരാധന ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ സൽബി ആയിട്ടുള്ള വിശേഷണമാണ്. പോരായ്മയും കുറവിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആ ഭാഗം അത്തരം വിശേഷണങ്ങളെ നിരാകരിക്കുന്നു. എന്നിട്ട് ഇവിടെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ്. ഈദൻ എന്ന് പറഞ്ഞാൽ ലൗകാന മഅഹു ഇലാഹ്, അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ, ആരാധിക്കപ്പെടുന്ന മറ്റൊരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ലദഹബ കുല്ലു ഇലാഹിൻ, ഓരോ ഇലാഹും പോകുമായിരുന്നു, ബിമാ ഖലഖ്, അവൻ സൃഷ്ടിച്ചത് കൊണ്ട്. ഓരോ ആരാധ്യന്മാരും ഞാൻ സൃഷ്ടിച്ചതായിട്ട്, താൻ സൃഷ്ടിച്ചതായിട്ട് പോകും. മനസ്സിലായി? ഭൂമിയെ പടച്ച ഒരാളുണ്ട്, ഒരു ആരാധ്യൻ ഉണ്ട് എന്നൊക്കെ. പർവ്വതങ്ങളെ പടച്ച വേറെ ആരാധ്യൻ ഉണ്ട് എന്നൊക്കെ. സമുദ്രങ്ങളെ പടച്ച വേറൊരു ആരാധ്യൻ. ഓരോരുത്തരും തങ്ങൾ പടച്ച സൃഷ്ടിപ്പായിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോകുമായിരുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല, വല അലാ ബഅദുഹും അലാ ബഅദ്, ചിലർ ചിലർക്ക് മേൽക്കോയ്മ നേടും. ചിലർ ചിലരെ അതിജയിക്കുകയും ഭരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരാൾ മറ്റൊരാൾക്ക് മേൽക്കോയ്മ. അങ്ങനെയാണ്. തുല്യ ശക്തികളാണെന്ന് തോന്നുന്നവരെന്ത് ചെയ്യും? പരസ്പരം ഏറ്റുമുട്ടാനും പോരടിക്കാനും ശ്രമിക്കും. അങ്ങനെ ഒരാളെ അതിജയിക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലൗ കാന ഫീഹിമാ ആലിഹതൻ ഇല്ലല്ലാഹ് ലഫസദത, അല്ലാഹു അല്ലാത്ത മറ്റ് ഇലാഹ് ഉണ്ടായിരുന്നുവെങ്കിൽ, ആരാധ്യന്മാർ ഉണ്ടായിരുന്നുവെങ്കിൽ, ലഫസദത, ആകാശവും ഭൂമിയും കുഴപ്പത്തിലാകുമായിരുന്നു, ഫസാദിലാകുമായിരുന്നു, തകർച്ചയിലാകുമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അതന്നെ ദലീലു തമാനു എന്ന ഇതിന് പറയാം. മനസ്സിലല്ലേ? അപ്പോ അള്ളാഹുവോടൊപ്പം യാതൊരു ആരാധന ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ഇലാഹും താൻ സൃഷ്ടിച്ചതുമായിട്ട് പോകുമായിരുന്നു, കടന്നു കളയുമായിരുന്നു. മാത്രമല്ല, വല അലാ ബഅദുഹും അലാ ബഅദ്, ചിലർ ചിലർക്ക് മേൽക്കോയ്മ നേടുകയും ചിലർ ചിലരെ തോൽപ്പിക്കുകയും ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹ് അമ്മാ യസിഫൂൻ. അപ്പൊ അള്ളാഹുവിനെ കൂടാതെ മറ്റാരാധ്യന്മാരുണ്ട് എന്ന് പറയുന്നവർ, അതേപോലെ അള്ളാഹുവിന് സന്തതികൾ ഉണ്ട് എന്ന് പറയുന്നവർ, അവരുടെ ആ വസ്ഫുകളിൽ നിന്നെല്ലാം, വിശേഷിപ്പിക്കലിൽ നിന്നെല്ലാം സുബ്ഹാനല്ലാഹ്, അള്ളാഹു പരിശുദ്ധനാകുന്നു, ഞാൻ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുന്നു, നിങ്ങൾ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുകയും. ആലിമുൽ ഗൈബ്, അള്ളാഹു ഗൈബ് അറിയുന്നവനാകുന്നു. വശഹാദ, അള്ളാഹു ദൃശ്യവും അറിയുന്നവനാകുന്നു. ഫതആല അമ്മാ യുശ്രികൂൻ, അതിനാൽ തആല അള്ളാഹു അത്യുന്നതനായിരിക്കുന്നു. അമ്മാ യുശ്രികൂൻ, ആളുകൾ ശിർക്ക് വെക്കുന്നതിൽ നിന്ന്, അള്ളാഹുവെ തൊട്ട്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു ഉന്നതനായിരിക്കുന്നു. തഖദ്ദസ വതനസ്സഹ്, അതാണ് തആല. അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്നു. ഇതാണ് ഇവിടെ ഈ ആയത്ത് അർത്ഥമാക്കുന്നത്. അപ്പൊ എന്തിനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ രണ്ടാമത്തെ ആയത്ത് കൊണ്ടുവന്നത്? മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ് ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വല അലാ ബഅദുഹും അലാ ബഅദ് സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അള്ളാഹുവിന് കുറവുള്ള, ന്യൂനത അറിയിക്കുന്ന ഒരു സിഫത്തുമില്ല. അങ്ങനെയുള്ള സിഫത്തുകൾ അള്ളാഹുവിൽ പറയപ്പെട്ടപ്പോൾ അള്ളാഹു അതിനെ എതിർത്തു. അതിന്റെ
അനൗചിത്വം അള്ളാഹു വ്യക്തമാക്കി. അതിനാലുള്ള അപകടം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. എന്നിട്ട് അള്ളാഹു കൽപ്പിച്ചു നമ്മൾ അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്താൻ. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. മനസ്സിലായില്ലേ? ഇതറിയിക്കാനാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് കൊണ്ടുവന്നത്. മാത്രമല്ല ആലിമിൽ ഗൈബി വശഹാദ, അള്ളാഹു ഗൈബും ഷഹാദത്തും, ഗൈബ് പറഞ്ഞാൽ മാ ഗാബ അനിൻ നാസ്, ജനങ്ങളിൽ നിന്ന് അദൃശ്യമായത്. ഷഹാദ എന്ന് പറഞ്ഞാല് ജനങ്ങൾക്ക് ദൃശ്യമായത്. എല്ലാം അള്ളാഹു അറിയുന്നവനാകുന്നു. അപ്പൊ അള്ളാഹുവിന് പൂർണ്ണതയുടെ മഹത്വത്തിന്റെ വിശേഷണങ്ങളാണ് ഉള്ളത്. അത് ഇവിടെ സ്ഥാപിക്കുന്നു. എന്നിട്ട് ഫതആല അമ്മാ യുശ്രികൂൻ, ആളുകൾ ശിർക്ക് വെക്കുന്നതിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനായിരിക്കുന്നു, അത്യുന്നതനായിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. അവിടെയും അള്ളാഹുവിലെ കുറവുകളും ന്യൂനതകളും ചേർക്കാൻ പാടുള്ളതല്ല. അള്ളാഹു അതിനെ തൊട്ട് പരിശുദ്ധമാക്കണം എന്ന് ഉണർത്തുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇതേ വിഷയത്തിൽ ഉണർത്തുന്ന മറ്റൊരു ആയത്ത് സൂറത്ത് നഹ്ലിലെ 74-ാമത്തെ ആയത്താണ്. ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ ഇന്നല്ലാഹ യഅലം വഅൻതും ലാ തഅലമൂൻ. ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് അംസാലിനെ നിശ്ചയിക്കരുത്. അതായത് അള്ളാഹുവിന് തുല്യന്മാരെയും അതേപോലെ പങ്കാളികളെയും നിശ്ചയിക്കരുത്. ഫലാ തദ്രിബു എന്ന് പറഞ്ഞാൽ ഫലാ തജ്അലു എന്നർത്ഥം. നിങ്ങൾ നിശ്ചയിക്കരുത്. ആർക്ക്? ലില്ലാഹി, അള്ളാഹുവിന്. അൽ അംസാൽ എന്ന് പറഞ്ഞാൽ തുല്യന്മാർ, അതേപോലെ തന്നെ ശുറക, പങ്കാളികൾ. ഇത് നിങ്ങൾ അള്ളാഹുവിന് നിശ്ചയിക്കരുത്. കാരണം എന്താ? ഇന്നല്ലാഹ യഅലം വഅൻതും ലാ തഅലമൂൻ. നിശ്ചയം അള്ളാഹു അവൻ അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയുന്നില്ല. മനസ്സിലായില്ലേ? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹൽ തഅലമു ലഹു സമീയ എന്ന് പറഞ്ഞു. അള്ളാഹുവിന് തുല്യനായിട്ട് വല്ലവരെയും അറിയുമോ? അള്ളാഹിന് തുല്യമായിട്ട് നിങ്ങൾക്ക് അറിയില്ല, ഇല്ലതാനും. മനസ്സിലല്ലേ? അള്ളാഹിന് തുല്യമായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അറിയുന്നവൻ അള്ളയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അള്ളാഹുവിന് തുല്യമായിട്ട് യാതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഫലാ തദ്രിബു ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് തുല്യന്മാരെ, പങ്കാളികളെ നിങ്ങൾ നിശ്ചയിക്കരുത്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മനസ്സിലായില്ലേ? അതിന്റെ കാരണം അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ യഅലമു, അള്ളാഹു അറിയുന്നു, വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. മനുഷ്യന്മാരിവിടെ ജനിക്കുമ്പോൾ എന്താ മനുഷ്യനെ അറിയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ് മനുഷ്യന്മാർക്ക് അറിയുന്നത്. പിന്നെ കുറെ കാര്യങ്ങളല്ലേ ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് വിശദീകരിച്ചു. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ, ഒരു മനുഷ്യനും അറിയില്ല നാളെ എന്താണ് അവൻ ചെയ്യാൻ പോണത്, സമ്പാദിക്കുന്നത് എന്ന്. മനസ്സിലായി? ആത്മാവിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു യസ്അലൂനക അനി റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ റൂഹ് എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, കൽപ്പനയിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് വളരെ കുറച്ചേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയാൻ. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ മനുഷ്യന്മാരുടെ കയ്യിലല്ല അറിവ്. അറിവ് അള്ളാഹുവിങ്കലാണ്. അറിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ് അള്ളാഹുവിന് തുല്യനായി പങ്കുകാരായിട്ട് ആരുമില്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് തുല്യന്മാരെയും പങ്കുകാരെയും നിശ്ചയിക്കരുത്. തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരായത്ത് കൂടി ഈ വിഷയത്തിൽ നൽകുന്നു. അത് ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ബഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. സൂറത്ത് അറാഫിലെ 33-ാമത്തെ ആയത്ത്. എന്താണ് ഈ ആയത്തിലെ വിഷയം? ഈ ആയത്തിലെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഹറാമാക്കണം. ആ കാര്യങ്ങളിൽ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർക്കുന്നതിനെ അള്ളാഹു ഹറാമാക്കുന്നുണ്ട്. എന്തിന്? അള്ളാഹുവിലേക്ക് കുറവിനെ അറിയിക്കുന്ന, ന്യൂനതയെ അറിയിക്കുന്ന സിഫത്തുകൾ ചേർക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ആയത്ത് അർത്ഥമാക്കുന്നത് എന്താ? കുൽ അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണ്. പ്രവാചകരെ നിങ്ങൾ പറയുക, ഇന്നമ ഹറമ റബ്ബി, എന്റെ റബ്ബ് ഹറാമാക്കിയത്, അൽ ഫവാഹിഷ്, ഫവാഹിഷു ആണ്, ഫാഹിഷത്തുകളാണ്.
മാ ബഹറ മിൻഹ വമാ ബതൻ. മാ ബഹറ മിൻഹ ഫാഹിഷത്തിൽ നിന്ന് ബാഹിറായത് പ്രത്യക്ഷമായതു, വമാ ബതൻ ബാത്തിനായത് മറഞ്ഞത് ഗോപ്യമായത്. രഹസ്യവും പരസ്യവുമായിട്ടുള്ള ഫാഹിഷത്തുകളെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. എന്താ ഈ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ നീചമായി കണക്കാക്കുന്നതായ കുറ്റങ്ങൾ, തെറ്റുകൾ. ഉദാഹരണത്തിന് ഇപ്പൊ വ്യഭിചാരം, ആളുകൾ വ്യഭിചാരത്തെ നീചമായി കാണുന്ന കുറ്റാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വലാ തഖറബു സിന, നിങ്ങൾ സിനയോട് അടുക്കരുത്, വ്യഭിചാരത്തോട് അടുക്കരുത്. എന്നിട്ട് എന്താ അതിന്റെ കാരണം പറഞ്ഞത്? ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരം ഫാഹിഷത്താണ്. മനസ്സിലല്ലേ? അതേപോലെ തന്നെ സ്വവർഗരതിയെ കുറിച്ച് പറഞ്ഞു, ലിവാത്തിനെ കുറിച്ച്, ആണിനെ പ്രാപിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ? തൂനൽ ഫാഹിഷത്ത്, നിങ്ങൾ ഫാഹിഷത്ത് ചെയ്യുകയാണോ എന്നാ പറഞ്ഞത്. ഫാഹിഷത്ത് ചെയ്യാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ലിവാത്തിനെ കുറിച്ച് പറഞ്ഞത് ഫാഹിഷത്ത് എന്നാണ്. അപ്പൊ ഫവാഹിഷ് എന്ന് പറഞ്ഞാൽ ആളുകൾ നീചമായി കാണുന്നതായ തെറ്റുകൾ. ഇപ്പോ പിന്നെ പിതാവിന്റെ ഇണകൾ അഥവാ സ്വന്തം പിതാക്കൾ കല്യാണം കഴിച്ച സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? വലാ തൻകിഹു മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ പിതാക്കൾ കല്യാണം കഴിച്ച സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. ഇല്ലാ മാ ഖദ് സലഫ്, കഴിഞ്ഞു പോയത് വെച്ചു. പണ്ട് അങ്ങനെയൊക്കെ ജാഹിലിയത്തിൽ കുറെ നടത്തിയിരുന്നു. പക്ഷെ ഇസ്ലാമിൽ അതില്ല. എന്നിട്ട് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്നഹു കാന ഫാഹിഷ, തീർച്ചയായും അത് ഫാഹിഷത്താകുന്നു. മനസ്സിലായി? അപ്പോ ഫവാഹിഷുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി. മാ ബഹറ മിൻഹ വമാ ബതൻ, അതിൽ പരസ്യവും രഹസ്യവുമായതൊക്കെ. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, വൽ ഇസ്മ, ഇസ്മിനെയും അല്ലാഹു ഹറാമാക്കി. എന്താ ഇസ്മ എന്ന് പറഞ്ഞാൽ? ഇസ്മ എന്ന് പറഞ്ഞാൽ മുഫസ്സിരികൾ പറഞ്ഞു മാ യകൂനു സബബൻ ലഹു മിനൽ മആസി, തെറ്റിന് കാരണമാകുന്ന കാര്യങ്ങളൊക്കെ ഇസ്മാണ്. ഒരാൾക്ക് തെറ്റ് ചെയ്യുവാൻ കാരണമാകുന്നതൊക്കെ എന്താണ്? ഇസ്മാണ്. മനസ്സിലായില്ലേ? അത് ഇനി എന്താവട്ടെ, ഒരാളൊരു പ്രവൃത്തി ചെയ്തു, അത് ചെയ്താൽ ഒരു ഹറാമ് ചെയ്യുമെങ്കിൽ, ഒരു ഹറാമിൽ ചെന്ന് ചാടുമെങ്കിൽ, ഒരു തെറ്റ് ചെയ്യാൻ കാരണമാകുമെങ്കിൽ അതിനൊക്കെ ഇസ്മ എന്ന് പറയും. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ ബഗ്യ എന്ന് പറഞ്ഞാൽ അൽ ഉദ്വാൻ അലൻ നാസ്, ജനങ്ങളുടെ മേലുള്ള അതിക്രമണം, അതിക്രമിക്കൽ, ജനങ്ങളോടുള്ള അതിക്രമണത്തിനാണ് അൽ ബഗ്യ എന്ന് പറയാം. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് എന്താ? വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു യാതൊരു സുൽത്താനും അവതരിപ്പിച്ചിട്ടില്ലാത്തത് അള്ളാഹുവിൽ പങ്കു ചേർക്കൽ, നിങ്ങൾ പങ്കു ചേർക്കൽ. വഅൻ തുശ്രികൂ ബില്ലാ, അള്ളാഹുവിൽ നിങ്ങൾ ശിർക്ക് ചെയ്യൽ, ശിർക്ക് വെക്കൽ, അതും അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. എന്തിനെ ശിർക്ക് വെക്കൽ? മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു യാതൊരു സുൽത്താൻ എന്ന് പറഞ്ഞാൽ ഹുജ്ജത്തും പ്രമാണവും അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ. മനസ്സിലായി? ശിർക്കിന് യാതൊരു പ്രമാണവുമില്ല. അടപ്പുകൾ കുറെ സൃഷ്ടികളെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നുണ്ട്. അവയെ പങ്കു ചേർക്കാൻ അള്ളാഹു യാതൊരു തെളിവും ന്യായവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ ശിർക്ക് വെക്കൽ അള്ളാഹു ഹറാമാക്കി. അതുപോലെ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായിട്ടുള്ള അതിക്രമം, അതിക്രമമൊക്കെ അന്യായമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഗൈരിൽ ഹഖ് എന്ന് പറഞ്ഞാൽ എന്തിനാ? അതിക്രമമൊക്കെ അന്യായമായതേ ഉള്ളൂ എന്നുള്ളത് അറിയിക്കാനാണ്. അപ്പോ അന്യായമായിട്ടുള്ള അതിക്രമം, അതിക്രമം അന്യായമാണ്, അത് പാടുള്ളതല്ല, അത് അള്ളാഹു ഹറാമാക്കി. അതേപോലെ ഇസ്മിനെയും ഫവാഹിഷിനെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത് എന്താ? വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക്
അറിയാത്തത് നിങ്ങൾ അള്ളാഹുവിന്മേൽ പറയരുത്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറയുക എന്നുള്ളത് അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ അൽ ഖൗലു അലല്ലാഹി ബിഗൈരി ഇൽം, വിവരക്കേട് അള്ളാഹുവിന്റെ പേര് വിളിച്ചു പറയുക, ഇത് ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങളെ എണ്ണിയപ്പോൾ താരതമ്യേന ഗൗരവം കുറഞ്ഞ, എല്ലാം ഗൗരവമായതാണ് എങ്കിൽ താരതമ്യേന അള്ളാഹു സുബ്ഹാനഹു വ തആല ക്രമത്തിൽ എണ്ണുകയും ഏറ്റവും കടുത്തവയെ ഷിർക്ക്, അതേപോലെ തന്നെ വിവരക്കേട് അള്ളാഹുവിനെ കുറിച്ച് പറയുക എന്നുള്ളത് രണ്ടിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനത്തിൽ എണ്ണി. അത് കടുത്തതിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്തിപ്പിച്ചു. എന്തിന്? ആ കടുത്തത് കൂടുതൽ ആളുകൾ ഊന്നി മനസ്സിലാക്കുവാനും ശ്രദ്ധ ഊന്നി അതിനെ ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ക്രമം തെറ്റിച്ച് ഈ ക്രമത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയുണ്ടായത്. അത് പണ്ഡിതന്മാർ പറഞ്ഞു. മനസ്സിലായി? ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് വിവരക്കേട് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ യാതൊരു പ്രമാണവും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല ഷിർക്കിന്റെ കാര്യത്തിൽ? അങ്ങനെ അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഷിർക്ക് വെക്കുക എന്നുള്ളത് അത് നെഗറ്റീവായിട്ടുള്ള വിശേഷണമാണ്. അള്ളാഹുവിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല ഷിർക്ക് വെച്ചുകൊണ്ട്. അതേപോലെ തന്നെ വിവരക്കേട് വിളിച്ചു പറയുക എന്നുള്ളത് സൽബിയായ സിഫത്താണ്, നെഗറ്റീവായിട്ടുള്ള വിശേഷണമാണ്. അത് അള്ളാഹുവിന് നേരെ പാടുള്ളതല്ല. അപ്പൊ അള്ളാഹുവിന് നേരെ സിഫാത്ത് സൽബിയ പാടില്ല എന്നുള്ള ഭാഗം അറിയിക്കുന്ന ഈ അവസാന ഭാഗം, വഅൻ തുശ്രികു ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പൂർണ്ണനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹനീയമായവനാണ്. അതുകൊണ്ട് തന്നെ അത്തരം അള്ളാഹുവിൽ യാതൊരു ഷിർക്കിനെയും വെക്കാൻ പാടുള്ളതല്ല. വിവരമില്ലാത്തത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആരും വിളമ്പുവാനും പറയുവാനും പാടുള്ളതല്ല. വ്യക്തമായ ജ്ഞാനം അഥവാ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും വ്യക്തമായിട്ടുള്ള ജ്ഞാനം അറിഞ്ഞ് മനസ്സിലാക്കിയത് മാത്രമേ ഹക്കായ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാവൂ. ഇതാണ് ഈ ആയത്ത് നമ്മളോട് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് കുറവുകളുള്ള വിശേഷണങ്ങളെയും പോരായ്മകളുള്ള വിശേഷണങ്ങളെയും ഒരിക്കലും ആളുകൾ ചേർത്തുവാൻ പാടുള്ളതല്ല. അള്ളാഹു അതിൽ നിന്നെല്ലാം പരിശുദ്ധമാണ്. സിഫാത്ത് സൽബിയ അള്ളാഹുവെ തൊട്ട് നിരാകരിക്കപ്പെടണം. എന്നാൽ സിഫാത്ത് ഈജാബിയ സമ്പൂർണമായ അത്യുത്തമമായ വിശേഷണങ്ങൾ അത് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരീകരിച്ചത് നമ്മൾ സ്ഥിരീകരിക്കണം. ഈ വിഷയത്തിലുള്ള തെളിവുകളാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ തുടർത്തി സംസാരിക്കുന്നത് അള്ളാഹു അർഷിന്മേൽ ഇസ്തിവായിലാണ് എന്നുള്ള വിശേഷണമാണ്. അതിന്റെ ആയത്തുകളും അതിന്റെ തെളിവുകളും അത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട മറ്റൊരു ഭാഗമാണ്. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അത് ഇവിടെ തുടർത്തി സംസാരിക്കും. അള്ളാഹു അവന്റെ അർഷിന്മേൽ ഇസ്തിവായിലാണ് എന്ന് അഹ്ലുസുന്ന പറയുമ്പോൾ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിഷയത്തിലെ അഖീദയും ആദർശവും അതിന്റെ തെളിവുകളും ഇത് ഇൻഷാ അല്ലാഹ് നമ്മൾ അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ തുടർത്തി സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടകന്ന് നിൽക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.